പ്രിയമുള്ളവരെ, ഇത് വളരെ കുറച്ചളവിൽ ഉണ്ടാക്കിയ ഒരു ചക്ക തോരനാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചക്ക ഇഷ്ടമില്ലാത്തവർക്കും തിന്നണം എന്ന് തോന്നും. അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ചക്ക ആദ്യം അത് ചുളയെല്ലാം മാറ്റി ചുളയും കുരുവും മാറ്റി വെച്ചതിന് ശേഷം ചുളം ചെറുതായിട്ടങ്ങ് അരിയണം. കുരുവും വൃത്തിയാക്കി നല്ലതുപോലെ നമ്മളുടെ അടുത്ത ചുളയുടെ കുരുവും അതിനകത്ത് ഉപയോഗിക്കണം. കുരുവും വൃത്തിയാക്കിയതിന് ശേഷം രണ്ടും മാറ്റി വെച്ച് കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം ഉണ്ടാക്കി അരിഞ്ഞ് വെക്കുക. അതിനുശേഷം ചക്കക്കുരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ചക്കക്കുരു മാത്രം പ്രഷർ കുക്കറിൽ ഒന്ന് വേവിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം എണ്ണ ചൂടാക്കി അതിലേക്ക് കടുവും ഇട്ട് ഇതെല്ലാം നല്ലതുപോലെ വഴറ്റി നല്ലതുപോലെ വഴന്നു വരുമ്പോൾ ചക്കച്ചുളയും അതിലിട്ട് കുറേ നേരം ഇളക്കണം. ഇളക്കി ചക്കച്ചുള ഒരു സോഫ്റ്റ് പരുവാകുമ്പോൾ അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ അമർത്തി വെച്ച് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കണം. അപ്പോൾ ചക്കച്ചുള നല്ലതുപോലെ വെന്ത് കിട്ടും. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളം ഒന്ന് കുടഞ്ഞ് ചേർത്താൽ മതി. ചക്കച്ചുള വെന്തിരിക്കും. ചക്കച്ചുള വെന്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരുവും അതിനകത്തിട്ട് നല്ലതുപോലെ ഇളക്കി കുറച്ച് തേങ്ങ, ജീരകം, പച്ചമുളക് ഇതെല്ലാം അരച്ച് അതിലേക്ക് ചേർത്ത് ഇളക്കി അടച്ചു വെക്കുക. അതിനുശേഷം വീണ്ടും കുറച്ച് കറിവേപ്പിലയും കടുവെല്ലാം പൊട്ടിച്ച് അതിനകത്തിട്ട് കഴിഞ്ഞാൽ ചക്ക എത്ര ഇഷ്ടമില്ലാത്തവരും ചക്ക തിന്നണമെന്ന് തോന്നും. ഒരുപാടൊന്നും നമുക്ക് കളയാൻ തോന്നുകയില്ല. കാരണം ചക്ക വളരെ ആരോഗ്യകരമായതും വളരെ ഗുണപ്രദവുമായ ഒരു ആഹാരം തന്നെയാണ്. പണ്ടുള്ളവരെല്ലാം ചക്ക ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അവർക്കൊന്നും പറയത്തക്ക വലിയ രോഗങ്ങളൊന്നുമില്ല. ഒന്ന് ചക്ക ഇങ്ങനെ ഉണ്ടാക്കി തിന്ന് നോക്കൂ. വളരെ രുചികരമാണ്, ഗുണകരമാണ്. ശ്രമിച്ച് നോക്കുക.